സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാമവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരതഹസ്ത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പാലാഴി മഥനം ഒരു ദശകം നമ്മൾ പിന്നിട്ടു. 3 ദശകമാണ് പാലാഴി മഥനം. 27 തുടങ്ങി 28 എന്തൊക്കെ സാധനങ്ങൾ അതൊന്ന് പൊന്തി വന്നു. അമൃതം വരെ പോയിട്ട് അവസാനിക്കും. അതിൻ്റെ അടുത്തത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. അസുരന്മാർ കട്ടെടുത്ത് കൊണ്ടുപോകണ പോലെ അമൃതം സ്വന്തമായിട്ട് കൊണ്ടുപോയി തട്ടിപ്പറിച്ച് സൂത്രവിദ്യ പ്രയോഗിച്ചു. തട്ടിപ്പറിച്ചിട്ടാണ് കൊണ്ടുപോകണം. അവസാനം ഭഗവാനത് ദേവന്മാർക്ക് തന്നെ തിരിച്ച് ചതിക്ക് ചതിയെ പറ്റൂ, തിരിച്ചു കൊടുത്തു. ദേവാസുരന്മാർ യുദ്ധം ഉണ്ടായതാണ് 3-ാമത്തെ ദശകം. കടയണത് ആദ്യത്തെ ദശകം, കിട്ടിയ സാധനങ്ങൾ 2-ാമത്തെ ദശകം 28, 29-ാമത്തെ തിരിച്ച് ദേവന്മാർ അമൃതം പിടിച്ചെടുത്തതും പിന്നെ യുദ്ധം. അങ്ങനെ 3 ദശകം. എന്ന് പൊന്തി വന്ന സാധനങ്ങളാണ് 2-ാമത്തെ ദശകം. ഗരളന്തരളാനലം പുരത്താ ജലധോ ഉദ്ധിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഗ്നോ ഗിരിശസ്തന്നിപോ ഭവത്പ്രിയാർത്ഥം പുരത്താത് ഉദതേ. ആദ്യമായിട്ട് ഉദതി ഉദതേ സമുദ്രത്തിൽ നിന്ന് എന്തുണ്ടായി? ഇളകുന്ന അഗ്നിജ്വാലകളോട് കൂടിയ കാളകൂട വിഷമാണ് ഉണ്ടായത്. അമൃതം മോഹിച്ചിട്ട് കടഞ്ഞിട്ട് വിഷം കിട്ടുക എന്ന് പറഞ്ഞാൽ അമൃതവും വിഷവും നേരെ വിപരീത അവസ്ഥയാണ്. ഒന്ന് മരിക്കാത്ത അവസ്ഥയും ഒന്ന് മരണത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പം ആദ്യം ഉണ്ടായത് കാളകൂടം ഗരളം, കാളകൂട വിഷം ആണ് അതിൽ നിന്ന് പൊന്തി വന്നത്. കടയുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിനെയാണ് ശരിക്കും കടയണത്. ശരീരം ആകുന്ന പാലാഴി അതിനെ കടയണു മനസ്സാകുന്ന മന്ദരപർവ്വതം കൊണ്ട്. അപ്പോൾ ഏതാണ് വാസുകി? ബുദ്ധിയാകുന്ന വാസുകി. ഇതിനെ നിർത്തണം, ഉറപ്പിച്ച് നിർത്തുക. ബുദ്ധിയാണ് ഉറപ്പിച്ച് നിർത്തണത്. അപ്പം അങ്ങനെ കടഞ്ഞിട്ട് നമുക്ക് അമൃതം ഉണ്ടാവണം, മോക്ഷസുഖം ഉണ്ടാവണം. അപ്പം മോക്ഷസുഖം ഉണ്ടാവണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഉള്ളിലത്തെ രാഗദ്വേഷാദികൾ പുറത്തു പോകണം. അതാണ് കടഞ്ഞ സമയത്ത് ആദ്യം വിഷമുണ്ടായി എന്ന് പറഞ്ഞത്. വിഷമാണല്ലോ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ അതൊക്കെ പോയിട്ട് ശുദ്ധമാവണം. എവിടേക്ക് എത്തണച്ചാൽ മുക്തിയിലേക്ക് എത്തണമെങ്കിൽ. താത്വികമാണ് കഥ, ഒരർത്ഥം മാത്രമല്ല ഉള്ളൂ. ഗരളന്തരളാനലം പുരത്താ ജലധി സമുദ്രം ഉദ്ധിജകാള കാളകൂടം. ആദ്യം കാളകൂട വിഷമാണ് പൊന്തി വന്നത്. അമരസ്തുതിവാദമോദനിഗ്നോ ഗിരിശസ്തന്നിപോ ഭവത്പ്രിയാർത്ഥം. പരമേശ്വരൻ ദേവന്മാരെ സ്തുതിവാചനങ്ങൾ കേട്ടുണ്ടായ സന്തോഷത്താൽ ആ വിഷത്തെ പാനം ചെയ്തു. എന്താ പാനം ചെയ്യാൻ കാരണം? ദേവന്മാരുടെ സ്തുതി കേട്ടു. അല്ലയോ പരമേശ്വര, ത്രൈലോക്യദഹന വിഷം, 3 ലോകത്തെയും ദഹിപ്പിക്കുന്ന വിഷം വന്നിരിക്കുന്നു. എങ്ങനെയെങ്കിലും ലോകത്തെ ഭൂമിയെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞ ദേവന്മാർ അമരസ്തുതിവാദങ്ങളെ കൊണ്ട് ഭഗവാൻ ശിവനെ വിളിച്ച് കരഞ്ഞത്. അന്ധദേവൻ ശംഭോ ശംഭോ എന്ന് വിളിച്ചിട്ട് കരഞ്ഞു. ആ സമയത്ത് മോദനിഗ്നോ സന്തോഷിച്ചിട്ട് ഗിരീശൻ ആ ശിവനെ എന്ത് ചെയ്തു? നിപഭവത് പ്രിയാർത്ഥം, ഭഗവാനെ അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ആ വിഷത്തെ പാനം ചെയ്തിട്ടും ലോകത്തെ രക്ഷിച്ചു. ഇത്ര വിഷമായിട്ടുള്ളൊരു കാര്യം ആരാണ് ഏറ്റെടുക്കുക? ഇത് മുഴുവൻ അകത്തേക്ക് ചെന്നാൽ തൻ്റെ ജീവനും പോലും അപകടം ഉണ്ടാവുമോ? അതൊന്നും പരമേശ്വരൻ നോക്കിയില്ല. പക്ഷേ പരമേശ്വരൻ അറിയാം ഈ വിഷമോ ഇതിൻ്റെ അപ്പുറത്തെ വിഷമോ പരമേശ്വരനെ കൊല്ലില്ല. അവിടെ വേറെ ആരും അതിന് മുന്നോട്ട് വന്നതുമില്ല, ശിവൻ മാത്രമാണ് വന്നത്. ഇപ്പോൾ വായ പൊത്തി പിടിച്ചു, കഴുത്ത് പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയും, പാർവതി പൊത്തി പിടിച്ചു, ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഇല്ലാത്തതാണ് നമ്മൾ പറഞ്ഞുണ്ടാക്കുക തീയുള്ളതിനേക്കാളും. എന്തിനാ അത് പോയ പൊത്തണ? ഭഗവാനുണ്ടോ തുപ്പണു?
ഇറക്കിയാലോ ഭഗവാൻ ഇറക്കണമില്ല, അത് കഴുത്തിലവിടെ പറ്റി പിടിച്ചു. പിന്നെ എന്തിനാ പായ പൊത്തണം? അത് പൊത്തലും ഉണ്ടായിട്ടില്ല, അത്രയും കഴുത്ത് പിടിക്കലും ഉണ്ടായിട്ടില്ല. ഇത് രണ്ടും നമ്മൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അതിനെ കഴുത്തിൽ നിർത്താൻ ശിവന് കഴിഞ്ഞു, നമുക്ക് കഴിയില്ല. നന്നായിരുന്നല്ലോ, അകത്തേക്ക് എത്താത്തൊരു സാധനത്തിനെ കഴുത്തിലാണ് നിർത്താൻ കഴിയുക വെച്ചാൽ ശിവൻ്റെ കഴിവാണത്. അമരസ്തുതിവാദമോദനിഗ്നോ, ദേവന്മാരുടെ സ്തുതി കേട്ടിട്ട് സന്തോഷിച്ചിട്ട് ഗുരുവായൂരപ്പ അങ്ങയുടെയും കൂടി ഇതാണത്, അത് കുടിച്ചു കഴുത്തിൽ നിർത്തുകയും ചെയ്തു. യാതൊരു ജീവഹാനിയും പരമേശ്വരന് സംഭവിച്ചില്ല. പാർവതിക്കും അതറിയാം, തൻ്റെ നാഥന് ഈ വിഷമല്ല, ഇതിൻ്റെ അപ്പുറത്തെ വിഷത്തിനും കൊല്ലാൻ കഴിയില്ല. ഗരളം തരളാനലം പുരത്താ ജലധേരുദ്ദിജകാള കാളകൂടം അമരസ്തുതിവാദമോദനിഗ്നോ ഗിരിശൻ തന്നിബോഭവപ്രിയാർത്ഥം. വസന്തമാലിക എന്ന വൃത്തമാണവിടെ. വിമതർത്തു സുരേഷു ജാത സുരഭിത്താമൃഷിഷുതാത്രിതാമൻ അയരത്നമഭൂതദേഭരത്നം ചാപ്തരസുരേഷു താനീ. അപ്പം ആദ്യത്തെ ആളെ വന്നു കാളകൂടവർഷം. ഇനി രണ്ടാമതോ സുരഭി. സുരഭി എന്ന് പറഞ്ഞാൽ കാമധേനു. ഇതൊക്കെ ദേവന്മാരുടെ കയ്യിലുണ്ടായിരുന്നതാണ്. ദുർവാസാവിൻ്റെ ശാപം കാരണം പാലാഴിക്ക് പോയതാ. അത് എപ്പോൾ തിരിച്ചു കിട്ടി? കടഞ്ഞപ്പോൾ തിരിച്ചു കിട്ടി. ഇത് ആദ്യമായിട്ടല്ല കിട്ടുന്നത്, ഒരിക്കലുണ്ടായിരുന്നത് ദുർവാസാവിൻ്റെ ശാപം കാരണം പോയത് രണ്ടാമത് വരവാണ്, വരവാണ് ഇവിടെ. സുരാസുരേഷു വിമതൽസു, ദേവന്മാരും അസുരന്മാരും നല്ലവണ്ണം കടഞ്ഞപ്പോൾ സുരഭി ജാത, സുരഭി മുദ്രയുണ്ട്, കാമധേനു ഉണ്ടായി. സർവം ചോദിച്ചാൽ കൊടുക്കണ പശുവാണ് കാമധേനു. ഉണ്ടെങ്കിൽ ഒന്നാണ് ചോദിക്കുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന 64 കൂട്ടം വിഭവങ്ങൾ വേണം. ഒറ്റ ചോദ്യം, ഇതാ അവിടെ 64 കൂട്ടം വിഭവങ്ങളാണ് ഉണ്ടാവും. ഇത് എളുപ്പമല്ലേ? അങ്ങനെ ഒരു പശുവിനെ കിട്ടിയാൽ ഗ്യാസ് വേണ്ട, പാചകക്കാരൻ വേണ്ട, നിവേദ്യങ്ങൾ അല്ലെ സാധനങ്ങൾ വേണ്ട. കാമധേനുവാണത്. ഇത്രയും ഉപാസന കൊണ്ട് കിട്ടണതാണ്. അപ്പം അത് ദേവന്മാരുടെയാണ്. ന്യോകേതിധാമൻ താം ഋഷിഷു ന്യഥാ ഹയരത്നം ഇഭരത്നം. 2 രത്നങ്ങളാണ് പിന്നെ ഉണ്ടായത്. ഒരു രത്നം എന്താ? കുതിര. ഹയരത്നം ഉച്ചശ്രവസ് എന്ന് പറഞ്ഞിട്ടൊരു കുതിര. അത് മഹാബലിക്കുള്ളതാണ് നിയമപ്രകാരം. മഹാബലിയുടെ കുതിരയാണ് ഉച്ചശ്രവസ്. പിന്നെ ഇഭരത്നം ആന, 4 കൊമ്പൻ ആന, ഐരാവതം. അതും ദുർവാസാവിൻ്റെ ശാപം കാരണം പോയതാ. ആരുടെയാണ്? ഇന്ദ്രൻ്റെയാണ്. ശാപം കാരണം അതെന്തായി? കടലിലേക്കാണ് പോയി. ഇപ്പോൾ കടഞ്ഞപ്പോൾ അതാ രണ്ടാമത് 2 രത്നം. ഹയരത്നം ദേവരത്നം, കുതിരരത്നമായിരിക്കുന്ന ശ്രേഷ്ഠമായ കുതിരയായ ഉച്ചശ്രവസും ശ്രേഷ്ഠമായ ആന ഇഭം എന്ന് പറഞ്ഞാൽ ആന, ഇഭം ആനയും. ഇനി വേറൊരു സംഗതി, ദ്യുതരു ഭക്താനാം കാമവർഷ ദ്യുതരു കിസലയം, കൽപ്പവൃക്ഷം. എന്തും ചോദിച്ചാൽ കിട്ടണ വൃക്ഷമാണ് കൽപ്പവൃക്ഷം. ദ്യുതരു, ആ കൽപ്പവൃക്ഷവും ഉണ്ടായി. അയരത്നം ഇപരത്നം ദ്യുതരു അഭൂത്. ശേഷവസും ഐരാവതവും കൽപ്പവൃക്ഷവും ഉണ്ടായി. പിന്നെ എന്താണ്ടായി? അപ്സരസ്സുകൾ. അത് ദേവന്മാരുടെയാണ്, സംശയമില്ല. താനി സുരേഷു, അത് ദേവന്മാരിൽ നിക്ഷിപ്തമായി. ഇതൊക്കെ ദേവന്മാരുടെയാണ്. കുതിര മാത്രം അസുരൻ ചക്രവർത്തിയായിട്ടുള്ള മഹാബലിയുടെ. കുതിരയൊഴിച്ച് ബാക്കിയൊക്കെ ദേവന്മാരുടെയാണ് എന്നാണ്. ഹയരത്നം അഭൂത് എന്ന് പറഞ്ഞാൽ ഉണ്ടായി. അത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഹയരത്നം ഇപരത്നം ദ്യുതരു കൽപ്പവൃക്ഷം അപ്സരസ തേഷു സുരേഷു അത് ദേവന്മാരിൽ ന്യഥ സ്ഥാപിച്ചു. അവിടെ ക്രിയ അവിടെ ഇല്ല, ശരിക്കും നമ്മളുണ്ടാക്കണം. സുരന്മാർക്ക് കൊടുത്തു, നൽകി, അവരിൽ സ്ഥാപിച്ചു എന്നൊക്കെ. അഭൂത്ത് എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടായി ക്രിയ. വിമതൽ സുരാസുരേഷു ജാത സുരഭിസ്താം, സുരഭി
കാമധേനു ഋഷിഷുജ്ഞതാത്രിധാമൻ ഋഷിമാർക്ക് നൽകി. ഹയരത്നം അഭൂതദേവരത്നം ശേഷവസ് എന്ന കുതിര, ഐരാവതം എന്ന ആന, ദ്യുതരു കൽപ്പവൃക്ഷങ്ങൾ, ഇതെല്ലാം അപ്സരസസ്തുരേഷു താനി അപ്സരസ്സുകളും ദേവന്മാർക്കായിക്കൊണ്ട് അർപ്പിക്കുകയും ചെയ്തു. ഗരളം തരളാനലം പുരത്ത ജലധേരുത്തിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഗ്നോ ഗിരിശസ്തന്നിബോ പവപ്രിയാർത്ഥം. കാളകൂടവശത്തെ പരമേശ്വരൻ പാനം ചെയ്തു. വിമതസ്തു സുരാസുരേഷു ജാത സുരഭിസ്താമൃഷിഷുജ്ഞതാത്രിധാമൻ ഹയരത്നമഭൂതദേവരത്നം ദിതരുച്ചാപ്സരസസ്തുരേഷു താനി. സുരാസുരേഷു വിമതൽസു സുരാസുരന്മാർ കടഞ്ഞപ്പോൾ സുരഭി കാമധേനുണ്ടായി, ഋഷിമാർക്ക് നൽകി. ഹയരത്നം ഉച്ചേശവസ്തു കുതിര മഹാബലിക്ക് കിട്ടി. ഇഭരത്നം ഐരാവതം, ദിതരു കൽപ്പവൃക്ഷം അപ്സരസ്സുകൾ, ഇവ ദേവന്മാർക്ക് നൽകി. അത് അവരുടെയാണ്, അവർക്ക് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്തു. കായേന വാചാ മനസേന്ദ്രിയർവാം ധ്യാത്മനാവാം പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസ്തകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.